തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ എന്നും. അതിമോദം ഞങ്ങൾ പാടാ ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദിവ്യകാരുണ്യമായി അപ്പത്തിൻ്റെ രൂപത്തിൽ ജീവിക്കുന്നവനായി ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന്. ഞങ്ങളുടെ മധ്യേയുള്ള അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ സ്നേഹവുമായി ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി ഞങ്ങളുടെ അടുക്കിലേക്ക് എഴുന്നള്ളി വന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന എണ്ണിയാൽ തീരാത്ത വിധം വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് ഹൃദയപൂർവ്വം ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾ നന്ദി പറയുവാനായി ആഗ്രഹിക്കുന്നു. സ്വർഗത്തെയും ഭൂമിയെയും മുഴുവനും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, കൃപകളിൽ നിറയ്ക്കുവാൻ, ആന്തരികമായ സൗഖ്യത്തിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യുവാൻ എഴുന്നള്ളി വന്ന അങ്ങേ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു. ഓ ഈശോയെ, ഞങ്ങൾ ഹൃദയപൂർവ്വം അങ്ങേ ആരാധിക്കുകയും സ്നേഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ മേൽ വർഷിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ പരിശുദ്ധ അൾത്താരയിൽ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ മാലാഹമാരോടും സ്വർഗവാസികളോടും ഭൂവാസികളോടുമൊപ്പം കരങ്ങളുയർത്തി ഹൃദയം അങ്ങയുടെ പക്കലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Jesus, love you Jesus, praise you Jesus. Hallelujah, 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 hallelujah. ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദിവ്യ കാരുണ്യ സ്നേഹമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദിവ്യകാരുണ്യേശോയെ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന്. അങ്ങയുടെ സ്നേഹഹൃദയത്തോട് ഞങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും നിറഞ്ഞ ഹൃദയത്തെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും ആത്മസന്തോഷവും നൽകുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്ക് എന്നുള്ള കർത്താവിൻ്റെ സജീവ സാന്നിധ്യവും വാഗ്ദാനവും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ സ്നേഹശൂന്യമായ ഹൃദയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കരിക്കട്ട കനലിനോട് ചേർന്ന് കനലായി തീരുന്നത് പോലെ അങ്ങയുടെ ജീവൻ തുളുമ്പുന്ന സാന്നിധ്യത്തിലേക്ക് ഞങ്ങളുടെ കൊച്ചു ഹൃദയത്തെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹശൂന്യമായ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ പരിശുദ്ധ സ്നേഹം അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ സമൃദ്ധമായി ചൊരിയപ്പെടണമേ എന്ന് ഹൃദയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ഈ ശക്തി, പരിശുദ്ധാത്മശക്തി ഞങ്ങളുടെ കൊച്ചു ഹൃദയങ്ങളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഈശോയെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ. പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ, ആവസിക്കണമേ എന്ന്. ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ വരണമേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
നമ്മുടെ കൊച്ചു ഹൃദയത്തിലുള്ള എല്ലാ ആദിയും വ്യാധിയും ഒക്കെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആയിത്തീരും. നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉത്കണ്ഠകളെയും ആകുലതകളെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആ വലിയ ജ്വലനം, പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ അഭിഷേകം നമ്മളിൽ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് വളരെ സ്നേഹപൂർവ്വം ഉയർത്തി ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യ സമൂഹത്തിലേക്ക് യേശു കടന്നു ചെന്നു. തൻ്റെ അരുമ ശിഷ്യരോട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശു തൻ്റെ ശിഷ്യർക്ക് സമാധാനം ആശംസിച്ച നിമിഷം തന്നെ അവരുടെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു. പരിശുദ്ധാത്മശക്തിയോടുകൂടെ അവർ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. ഈശോയെ, അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അധരത്തിൽ നിന്നും ഞങ്ങളും ഈ തിരുമണിക്കൂറിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിനക്ക് സമാധാനം എന്നുള്ള ആ ഒരു അഭിഷേകത്തിൻ്റെ തിരുവചനം ഈശോയെ, പലവിധ ജീവിത വ്യഗ്രതകൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. മാറി മാറി വരുന്ന രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ഉള്ളിലുള്ള സമാധാനത്തെ നിർവീര്യമാക്കി കളയുന്നു. ജീവിത സാഹചര്യങ്ങളിൽ അഭിമുഖിക്കേണ്ടി വരുന്ന മറ്റു പല രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഞങ്ങളുടെ സമാധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ഈശോയെ, ഇത്തരത്തിലുള്ള ഞങ്ങളുടെ ജീവിത വിഷയങ്ങളിലേക്ക് സമാധാന രാജാവായി അവിടുന്ന് കടന്നു വരണമേ. എല്ലാം ഉണ്ട് എന്ന് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ കർത്താവ് സമാധാനം നിറയ്ക്കാത്തിടത്തോളം കാലം സമാധാനമില്ലാത്തവരായി നമ്മൾ വലയും. സമ്പത്തും സുഖസൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ജോലിയും എല്ലാം ഉണ്ടെങ്കിൽ പോലും കർത്താവ് തരുന്ന സമാധാനം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നിരാശയിൽ നമ്മൾ ആണ്ടുപോകും. നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് വളരെ വിശ്വാസപൂർവ്വം പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന സമാധാനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന്. നമ്മൾ നമ്മുടെ ഭവനത്തിലായിരുന്ന് ഇപ്പോൾ കർത്താവിനെ നോക്കി ആരാധിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ സമാധാനമില്ലെങ്കിൽ നമുക്ക് ഈശോയെ വിളിക്കാം. സമാധാന രാജാവായ ഈശോയെ, എൻ്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് സമാധാനമായി കടന്നു വരണമേ എന്ന്. ജീവിത പങ്കാളിയിലേക്ക്, മക്കളിലേക്ക്, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഈശോയെ, അങ്ങയുടെ വലിയ സമാധാനവുമായി ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ, സമാധാന രാജാവായ കർത്താവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വീകരിച്ച് നിനക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിക്കുന്നത് ഹൃദയപൂർവ്വം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ സമാധാനമുള്ളവരായി ഒരിക്കൽ കൂടെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് ആശംസിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ സമാധാനം വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹരാജാവേ, സ്നേഹമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം വർഷിക്കണമേ. സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഉള്ളുകളെ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തിയേകണമേ നാഥ, ശാന്തിയേകണമേ. നമ്മുടെ കൊച്ചു ഹൃദയത്തെ നിറച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ശാന്തിയേകണമേ നാഥ, ശാന്തിയേകണമേ. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വലയുവാനുള്ള കാരണം യേശു നമ്മുടെ ജീവിത വിഷയങ്ങളിൽ ഇല്ലാതെ പോയതാണ്. യേശു നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ ശാന്തി കൈമോശം വരുവാനായിട്ട് ഇടയായത്. ഈശോയെ, അങ്ങൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ആഗ്രഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ശാന്തിയേകണമേ നാഥ, ശാന്തിയേകണമേ. ചേർന്ന് പാടാം. ശാന്തിയേകണമേ നാഥ, ശാന്തിയേകണമേ. ധൂർത്തപുത്രൻ എല്ലാം നശിപ്പിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ ഓടി. തനിക്ക് കിട്ടിയ സമ്പത്ത് മുഴുവനും അവൻ ധൂർത്തടിച്ചു. എല്ലാം കളഞ്ഞ് നഷ്ടപ്പെട്ടവനായ അവൻ തൻ്റെ ഹൃദയത്തിൻ്റെ അസമാധാനം സഹിക്കവയ്യാതെ തീരുമാനമെടുക്കുകയാണ് പന്നിക്കൂട്ടിലിരുന്ന്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എഴുന്നേറ്റ് പോകും. ധൂർത്തപുത്രനെ എഴുന്നേൽപ്പിച്ചത്, പന്നിക്കൂട്ടിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചത് പിതാവിൻ്റെ വലിയ സ്നേഹമായിരുന്നു. പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള വലിയ തീക്ഷ്ണതയായിരുന്നു. പിതാവുമൊത്ത് സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞ ആ നാളുകളെ ഓർത്തപ്പോഴാണ് എഴുന്നേൽക്കുവാൻ അവന് സുബോധം ഉണ്ടായത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളെ യാത്രയാകുമ്പോൾ തിരുവചനത്തിൽ ഒരുപാട് ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈശോ അനേകരെ എഴുന്നേൽപ്പിക്കുന്നത്. തളർവാദ രോഗിയോട് യേശു പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോവുക എന്ന്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമുക്കൊന്ന് എഴുന്നേൽക്കാം. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് എഴുന്നേൽക്കാം. കർത്താവിൻ്റെ സ്നേഹഹൃദയത്തിലേക്ക് നമുക്ക് എഴുന്നേൽക്കാം. ഈ ലോകത്തിൻ്റെ നശ്വരമായ സുഖത്തിൻ്റെ പിന്നാലെ ഓടിപ്പോയ നമുക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ള ഈ തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ എഴുന്നേൽക്കുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. പിതൃഭവനത്തിലേക്ക് ഓടിയെടുക്കുവാൻ കർത്താവ് നമ്മളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്നേഹത്തോടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കുവാനുള്ള വലിയ തീരുമാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തെറ്റുകളിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹഹൃദയത്തിലേക്ക് നടക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ സ്നേഹ ഈശോയെ, എൻ്റെ എല്ലാ തീരുമാനങ്ങളും തെറ്റിപ്പോയിട്ടുണ്ട്. എൻ്റെ പദ്ധതികൾ പാളിപ്പോയിട്ടുണ്ട്. എൻ്റെ ആലോചനകൾ നിൻ്റെ ഇഷ്ടത്തിന് അല്ലാതായി മാറിയിട്ടുണ്ട്. ഇതാ ഞാൻ അവിടെ നിന്നൊക്കെ എഴുന്നേൽക്കുവാൻ തീരുമാനമെടുക്കുന്നു. എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, പാപത്തിൻ കുഴിയിൽ നിന്നെഴുന്നേൽക്കുക. എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഈശോയെ, പാപത്തിൻ കുഴിയിൽ നിന്നെഴുന്നേൽക്കുക. ഈശോ നിൻ കരം പിടിക്കുന്നു. ധൂർത്തപുത്രനെ പോലെ തെറ്റിപ്പോയി എന്ന് ഉള്ളു നൊന്ത് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ കരം ഗ്രസിക്കും. അവിടുന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കും. എൻ്റെ ഹൃദയത്തിൽ കുടികൊണ്ട പാപം മൂലം ഞാനിന്ന് രോഗിയാണെങ്കിൽ കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കും. ഈശോയെ, അവിടുന്ന് എന്നെ എഴുന്നേൽപ്പിക്കണമേ.
എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കരമില്ലാതെ, അങ്ങയുടെ ശക്തിയില്ലാതെ ഈ പാപത്തിൽ നിന്ന് കരകയറുവാൻ അടിയന് സാധ്യമല്ല. ശക്തിപ്പെടുത്തണമേ. പുതു തീരുമാനത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, പാപത്തിൻ കുഴിയിൽ നിന്നെഴുന്നേൽക്കുക. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, പാപത്തിൻ കുഴിയിൽ നിന്നെഴുന്നേൽക്കുക. വർഷങ്ങളായി രോഗം വന്ന് നമ്മൾ തളർന്നു കിടക്കുകയാണോ? ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടും രോഗാവസ്ഥകൾക്ക് സൗഖ്യം കിട്ടിയിട്ടില്ലേ? ഇതാ കർത്താവ് കടന്നു വരുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, അനാരോഗ്യത്തിലേക്ക് ഈശോ കടന്നു വരുന്നു. ഈശോയെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി ആഗ്രഹത്തോടെ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, കിടക്ക വിട്ടു നീ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, കിടക്ക വിട്ടു നീ എഴുന്നേൽക്കുക. ഈശോ നിൻ കരം പിടിക്കുന്നു, ഈശോ നിൻ കരം പിടിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ കണ്ടുകൊണ്ട്, കരങ്ങൾ ഉയർത്തി മനസ്സ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, വളരെ ബോധപൂർവം കർത്താവ് തരുന്ന സമാധാനവും സമാശ്വാസവും പരിശുദ്ധാത്മ നിറവും പുതിയ തീരുമാനങ്ങളിൽ വളർച്ച പ്രാപിക്കാനുള്ള അഭിഷേകവും ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സർവശക്തനായ ദൈവം നമ്മളെ ആശീർവദിക്കുവാൻ പോവുകയാണ്, അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. ഏറ്റമൊരുക്കമുള്ള മനസ്സിൽ എൻ്റെ ഈശോയെ, എന്നെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കവിടുത്തെ അനുഗ്രഹമേറിയ ആശീർവാദത്തിനായി ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ദിവ്യ ശരീരം മാനവനാ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യ നീടത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂകിടുന്നു
ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. യേശുവേ